വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടി കിട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഒരു ദിവസം ഞാൻ എന്തോ എടുത്ത് വെക്കുന്ന കാര്യത്തിൽ എന്തോ മിസ്സിങ് ആയി. ഈ സാധനം നമ്മൾ എടുത്ത് മടക്കി ഇങ്ങനെ വെച്ചു, പക്ഷെ എടുത്ത് വെക്കാനായിട്ട് എന്തോ മിസ്സിങ് ആയി. ഈ അണ്ടർവെയർ എന്ത് പ്രശ്നമായപ്പോൾ പറയാം. പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ പുറകെ കുറേ പേര് വന്നു വെച്ചാൽ ചേട്ടാ അത് വളരെ മോശമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റം പറയാം. ഇവൻ ഈ അണ്ടർവെയർ വേണം, അവരെ എനിക്കിത് വേണം. ഞാൻ പറയുമ്പോൾ ഞാൻ മേളിലല്ലേ, അവന് നല്ല ആരോഗ്യമുള്ള ഒരു ഞാൻ പറഞ്ഞു വിളിക്കുക, ഞാൻ പിടിക്കണം. 2-3 പേര് അവിടെ ഒന്ന് പിടിച്ചിട്ട് ഇവർ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ഈ പുള്ളിയുടെ പേരാണ് ബൈജു. ഈ ക്യാരക്ടറിന് പേരിട്ടില്ല, നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ക്യാരക്ടറിന് പേരിട്ടിട്ടില്ല. നമ്മൾ സ്കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ക്യാരക്ടറിന് പേരില്ല. പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ഇവർ പറയാം, എടാ നീ വന്നില്ലായിരുന്നു ഞങ്ങൾ ഈ പുള്ളിയെ കൊണ്ട് പോകാനിരിക്കുകയായിരുന്നു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പുള്ളിയെ കൊണ്ട് പോകാനിരിക്കുകയായിരുന്നു. പുള്ളി ഒരു പാട്ട് പാടും. നമ്മൾ ജീസസ് എന്ന് പറഞ്ഞ കാസറ്റിനകത്ത് കെസ്ട്രേറ്റൻ പാടിയ ഒരു പാട്ടാണ് ഏത്, വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും നാഥൻ, വഴി തെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. ഈ പുള്ളിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പുള്ളി പാടുന്നിടത്ത് ഈ നാഥൻ എന്നുള്ള പോർഷനിൽ പുള്ളിയുടെ പേര് ചേർന്നു, ബൈജു എന്നാണ്. മനസ്സിലായി. വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും ബൈജു, വഴി തെറ്റിയാൽ സ്നേഹമോടെ ഓടിയെത്തും ബൈജു. ഞാൻ നോക്കി ഈ സാധനം കൊള്ളാമല്ലോ. ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ആ സാധനമാണ് ഞാൻ ഈ സ്കിറ്റ് കളിക്കുന്നതിന് മുമ്പ് ഈ ക്യാരക്ടറിൻ്റെ എൻട്രിക്ക് ഈ പാട്ടിട്ട് വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടി കിട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു എന്നാക്കി. അപ്പോൾ അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഈ അയ്യപ്പ ബൈജു എന്നുള്ള സാധനം ഇതൊരു മനസ്സിൽ നിൽക്കും. നമ്മൾ അപ്പോൾ അത് സ്കിറ്റ് കഴിഞ്ഞ് കണ്ടു പോകുന്ന ഒരാളും അയ്യപ്പ ബൈജു കിടക്കും. അങ്ങനെ ആ പേരാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് അത് അന്നാണ് നമ്മൾ ബൈജു, അയ്യപ്പ ബൈജു എന്നുള്ള പേരിൽ നമ്മൾ സ്കിറ്റ്. അതൊരു 2004 കുവൈറ്റിലല്ലേ? കുവൈറ്റിലാണ് പരിപാടി. അതാണ് ഫസ്റ്റ് ട്രിപ്പും പോകുന്നത്? അല്ലല്ല, 2001 ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത്. അത് ഗൾഫിൽ. അപ്പോൾ അത് ഈ കഥാപാത്രം ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് കുടിയൻ. അന്ന് കുടിയൻ കളിക്കുന്നുണ്ട്. അന്ന് പിന്നെ കോട്ടയം നസീർ, സലിംകുമാർ, ഷിയാസിക്ക, സാലു കുട്ടനാട്, റഹ്മാനിക്ക, തെസ്നിക്കൻ, അങ്ങനെ വലിയ ഷാജോൺ, ഇങ്ങനെ ഒരു വലിയ ഗാങ്ങാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം. പക്ഷെ എനിക്ക് പോകാൻ പറ്റാതായപ്പോഴത്തേക്ക് ഇത് ബക്കർ പഠിക്കുക, മനസ്സിലായി. ഈ സ്കിറ്റ് കളയണ്ട, നല്ലതാണല്ലോ, ഇതവിടെ കളിക്കാം എന്ന് പറഞ്ഞ് ബക്കർ പോകാം, അവരെല്ലാവരും പോകണം. അപ്പോൾ ഒരു അപ്പോൾ ഇവൻ പെട്ടെന്ന് ഈ ടൈപ്പ് അണ്ടർവെയർ പെട്ടെന്ന് കിട്ടത്തില്ല, ഈ പറയുന്ന അണ്ടർവെയർ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അണ്ടർവെയർ ബക്കറിന് കൊടുത്തു. എൻ്റെ അണ്ടർവെയറെങ്കിലും പോകട്ടെ. ഫ്ലൈറ്റ് കയറുന്ന അണ്ടർവെയറാണ്. എൻ്റെയൊക്കെ മുമ്പേ ഫ്ലൈറ്റ് കയറി ഗൾഫ്, അതായത് മറ്റുള്ള ഒരു ഗൾഫ് കണ്ടത് എൻ്റെ അണ്ടർവെയർ. നമുക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു വേറെ എക്സ്ട്രാ പുള്ളി എന്ന് പറഞ്ഞ് ഇന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ ഇതിൻ്റെ ഒറിജിനൽ ആൾ അവിടെ ഉണ്ട്, പുള്ളിയെ ഒന്ന് അഡ്ജസ്റ്റ്. പുള്ളി റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും, പിന്നെ അങ്ങ് പോക്കായിരുന്നു. സത്യത്തിൽ ഒരു വിഷമമില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമമില്ല, പോകാൻ പറ്റാതെ. ഒരു ദിവസം ഞാൻ എന്തോ എടുത്ത് വെക്കുന്ന കാര്യത്തിൽ എന്തോ മിസ്സിങ് ആയി. ഈ സാധനം നമ്മൾ എടുത്ത് മടക്കി ഇങ്ങനെ വെച്ചു, പക്ഷെ എടുത്ത് വെക്കാനായിട്ട് എന്തോ മിസ്സിങ് ആയി. ഈ അണ്ടർവെയർ എന്ത് പ്രശ്നമായപ്പോൾ പറയാം. പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ പുറകെ കുറേ പേര് വന്നു വെച്ചാൽ ചേട്ടാ അത് വളരെ മോശമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റം പറയാം. ഐറ്റമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു കാര്യം, പക്ഷേ ചേട്ടാ ഒരിക്കലും ഇത് മറക്കരുത് കേട്ടോ, അതൊക്കെ വളരെ മോശമല്ലേ. അതില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് അങ്ങനെ ഒരാളില്ലാത്തതുപോലെയുള്ള ഒരു കുറവ് പോലെ ഒരു പ്രോഗ്രാമിൽ ഒരാളില്ലെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി.
ഒരു ആർട്ടിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത്ര ആർട്ടിസ്റ്റ്, അപ്പോൾ അതിനകത്ത് ഒരാളില്ല എന്ന് പറയുന്നത് പോലെ അവർ പറയാം അവരത്രയും ഒരിക്കലും, കാരണം അതിന് അത്രയും പ്രാധാന്യം അവർ കൊടുക്കുന്നു. ഒരു ബെർമുട പോലെ സാധനം ഞാൻ എടുത്ത് കളിക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നമുക്കിങ്ങോട്ട് പൂർണ്ണത എത്താതെ കണക്ട് ചെയ്തൊരു സംഭവം ചോദിക്കാം, ഇങ്ങനെ ഈ അണ്ടർവെയർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിടിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ എവിടെയോ കണ്ടപോലെ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം, കടുത്തുരുത്തിയുള്ള പള്ളിയിൽ പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെ സ്റ്റേജ്, ഇതിപ്പോൾ സ്റ്റേജ് ആണെങ്കിൽ താഴെയാണ്, ഇങ്ങനെ സ്റ്റെപ്പ് താഴെ വന്നിച്ച് താഴെയാണ് ഗ്രീൻ റൂം, സ്റ്റേജ് മേളിൽ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഭയങ്കര ദുഃഖമാണോ സ്നേഹമാണോ എന്തോന്നറിയാൻ പറ്റില്ല, ഭയങ്കര ഭാവമുണ്ട് അവന്. നമുക്ക് എന്തും എടുക്കാം, എല്ലാം ഉണ്ട് ആ മുഖത്ത്. അപ്പം പുള്ളി ഇങ്ങനെ നോക്കും, ഞാനിങ്ങനെ നോക്കും, ഇങ്ങനെ വെക്കും. പെട്ടെന്ന് വെച്ച് ഞാൻ എന്നിട്ട് പിന്നെ പറഞ്ഞ പുള്ളി ഇങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പം ഞാൻ മേളില്ലേ, അപ്പം ഞാൻ ഈ ആദ്യം നമ്മളുടെ ഇത് മടക്കി വെച്ച് നമ്മുടെ കോസ്റ്റ്യൂംസ് ഷർട്ട് മടക്കി, അത് കഴിഞ്ഞാൽ മറ്റേ ഈ പിന്നെ കയ്യിൽ മടക്കി വെച്ച്, എന്നിട്ട് ഞാൻ ഈ അണ്ടർവെയർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മേളിൽ എഡ്ജിലല്ലേ, ഇവൻ താഴെ നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഈ ഷർട്ടും കൂടെ പെട്ടെന്ന് ഒരു പൈൻറ്റ് ആണോ ഇത് മേടിക്കണ്ട, ആണോ ഇത് മേടിക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഉപ്പ് ആണോ മേടിക്കത്തില്ല, ആണോ ഇവ ഭയങ്കര കരച്ചിൽ. ഞാൻ പറയാം എനിക്ക് വേണ്ട, നീ പൊയ്ക്കേ. ആൾക്കാരൊക്കെ നീ പൊയ്ക്കേ വെള്ളം പറയാം, എന്നാ പ്ലീസ് ദൈവത്തെ വിചാരിച്ച അടൻ വേണ്ട, ഞാൻ ഇന്ന് രാവിലെ മുതൽ മേടിച്ച് വെച്ചിട്ട് അത് പറയാം. ഭയങ്കര കരച്ചിൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് മാറും, പെട്ടെന്ന് വരും. അണ്ണാ ഇത് മേടിക്കത്തില്ല, പെട്ടെന്ന് ഇവൻ്റെ ഭാവം മാറും. അന്യൻ അവൻ എന്നിട്ട് ഭയങ്കര ഭാവാവന്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൻ അവന് വേണ്ടെന്ന് പറഞ്ഞില്ലേ, തനിങ്ങി വന്നൊരു അണ്ണ മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നോട്ടെ, അണ്ണ മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നോട്ടെ, കുഴപ്പമില്ല, അണ്ണോട് മേടിക്കാൻ പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങി വന്നിരുന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് മേടിക്കാൻ ചെന്നു. നമ്മൾ ഇങ്ങനെ മേടിക്കുന്നില്ല, അപ്പോൾ ഇത് കയ്യിൽ ഈ സാധനം കയ്യിൽ കൊണ്ടില്ലേ അണ്ടർവെയർ. ഇവനിതിങ്ങോട്ട് തരികയും ഞാനിതിങ്ങോട്ട് വാങ്ങിക്കുകയും പെട്ടെന്ന് ഇവൻ ഈ അണ്ടർവെയറെ കയറി പിടിച്ച് എനിക്കിത് വേണം, ഞാൻ അവിടെ വിട്ടു. ഇവന് ഈ അണ്ടർവെയർ വേണം, അവരെ എനിക്കിത് വേണം. ഞാൻ പറഞ്ഞു ഞാൻ മേളിലല്ലേ, അവന് നല്ല ആരോഗ്യമുള്ള ഒരു ഞാൻ പറഞ്ഞു വിളിക്കുക, ഞാൻ പറഞ്ഞു പിടിക്കണം. അവന്മാർ 2-3 പേര് അവിടെ ഒന്ന് പിടിച്ചിട്ട് ഈ അണ്ടർവെയർ അവിടെ നിന്ന് പിടിച്ച് അവസാനം അവനിക്ക് പെട്ടെന്ന് അവിടെ 2-3 ഭാരവാഹികൾ എന്താ ഇവനെന്താന്ന് പറഞ്ഞേ അല്ല അവൻ അയാളുടെ ആ അണ്ടർവെയറും കൊണ്ടുപോകും, അവൻ അയാളുടെ അണ്ടർവെയറും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ അടിക്കില്ല ഇത് സത്യം പറഞ്ഞാൽ റൊണാൾഡോയുടെ ജേഴ്സി പോലെ തന്നെ അത്രയും അത് നമുക്ക് റൊണാൾഡോ ജേഴ്സി ഉണ്ടായാലും അവന് ചോദിക്കാലോ, അവന് ഇത് തന്നെ വേണം. അവൻ വന്നിട്ട് അവസാനം വിഷയം ഉണ്ടാക്കി അവസാനം അവനെ പിടിച്ചു തള്ളി. അവസാനം അവൻ പറഞ്ഞു അണ്ണാ മോശമായിപ്പോയി കേട്ടണ്ണാ, മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടെ. അങ്ങനെ അവർ ഭാരവാഹികൾ പിടിച്ച് അവനെ ഗ്രീൻ റൂമിൽ പറഞ്ഞു വിട്ടു. ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ റൊണാൾഡോയുടെ ജേഴ്സി പോലെ ഇത് ലേലത്തിൽ വെച്ചായിരുന്നെങ്കിൽ നല്ല പോയാനായിരുന്നു.